തിരുവനന്തപുരം ആറ്റിങ്ങലിൽ യുവതിയെ ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് പോലീസ് ഉറപ്പിക്കുന്നു. ബിയർ കുപ്പികൊണ്ട് ശരീരമാസകലം കുത്തിയിട്ട് കൊലപ്പെടുത്തിയതാണ് എന്നാണ് ഇപ്പോൾ പോലീസിന്റെ നിഗമനം. കൊലപ്പെട്ട ആസ്മിനയെ ലോഡ്ജിലെത്തിച്ച ലോഡ്ജ് ജീവനക്കാരൻ ജോബി ജോർജിനെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് ന്യൂസുമായി ഷബീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷബീദ്, ഈ ആദ്യം ഇതൊരു സ്വാഭാവിക മരണമാണെന്ന് തെറ്റിദ്ധരിച്ചിരുന്നു. ഇപ്പോൾ കൊലപാതകമാണെന്ന് കണ്ടെത്താൻ തെളിവുകൾ എന്താണ്? ഇന്ന് രാവിലെ ഏതാണ്ട് 11 മണിയോടുകൂടിയാണ് തിരുവനന്തപുരം ആറ്റിങ്ങൽ മൂന്നുമുക്ക് എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ഗ്രീൻ ലൈൻ എന്നുള്ള ഹോട്ടലിൽ ഒരു യുവതിയെ മരിച്ച നിലയിൽ കാണപ്പെട്ടു എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. അത് ഈ യുവതി പുറത്തു വരാത്തതിനെ തുടർന്ന് റൂം തുറന്നു നോക്കിയ ഹോട്ടൽ ജീവനക്കാരായിരുന്നു ആദ്യം കണ്ടതെന്ന തരത്തിലേക്കായിരുന്നു വാർത്തകൾ വന്നത്. എന്നാൽ ഇപ്പോൾ ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തിയപ്പോൾ ഇതൊരു ക്രൂര കൊലപാതകമാണ് എന്നുള്ള കാര്യം ഉറപ്പിക്കുന്നുണ്ട്. ഈ സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. കൊല്ലപ്പെട്ടത് ഈ കോഴിക്കോട് വടകര സ്വദേശിയായിട്ടുള്ള ആസ്മിന, 40 വയസ്സുകാരിയാണ്. ഇവരുടെ ഒരു സുഹൃത്ത് ആയിട്ടുള്ള ഈ ഹോട്ടലിലെ തന്നെ ജീവനക്കാരനായിട്ടുള്ള ജോബി ജോർജുമായി ഇന്നലെ വൈകുന്നേരമാണ് ഈ ഹോട്ടലിലേക്ക് എത്തിയത്. ജോബി ജോർജ് ഈ ഹോട്ടലിലെ മറ്റുള്ളവർക്ക് ഈ യുവതിയെ പരിചയപ്പെടുത്തിയത് ഇയാളുടെ ഭാര്യ എന്ന നിലയിലായിരുന്നു. ശേഷം ഇരുവരും അവിടെ ഒരു മുറി എടുത്തു, അവിടെ താമസിച്ചു. അതിനുശേഷം ഇന്ന് രാവിലെ ഈ ഹോട്ടൽ ജീവനക്കാർ ഇരുവരെയും കാണാത്തതിനെ തുടർന്ന് മുറി തുറന്നു നോക്കിയപ്പോഴാണ് ഈ യുവതിയെ മാത്രം മരിച്ച നിലയിൽ കണ്ടത്. അതിനുശേഷം പോലീസിൽ വിവരമറിയിക്കുകയും പോലീസ് അന്വേഷണം നടത്തുകയും ചെയ്തപ്പോഴാണ്, ഈ പരിശോധന അടക്കം നടത്തിയപ്പോഴാണ് ഇവരുടെ ശരീരമാസകലം മുറിവേറ്റ പാടുകളുണ്ട്. അതായത് ഈ ബിയർ കുപ്പി കൊണ്ട് കുത്തിയ പാടുകളാണ്. ഇവരുടെ കഴുത്തിൽ, നെഞ്ചിൽ, അതേപോലെ തന്നെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലടക്കം ഒരു കുപ്പി കൊണ്ട് കുത്തിയ പാടാണ്. ഈ മുറിയിൽ നിന്ന് ഒരു പൊട്ടിയ ബിയർ ബോട്ടിലും കണ്ടെടുത്തിട്ടുണ്ട്. ഈ സംഭവത്തിന് ശേഷം ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടി ജോബി ജോർജ് ഹോട്ടലിന് പുറത്തേക്ക് പോകുന്ന CCTV ദൃശ്യങ്ങളും ഇതിനോടകം തന്നെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ജോബി ജോർജ് തന്നെയാണ് ഈ കുറ്റകൃത്യം ചെയ്തത് എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നത്. ഒരാഴ്ച മുൻപാണ് ജോബി ജോർജ് ഈ ഹോട്ടലിൽ ജീവനക്കാരനായി എത്തിയത്. ഇയാൾ കൃത്യമായ രേഖകൾ, ഇയാളുടെ തിരിച്ചറിയൽ രേഖകൾ ഉൾപ്പെടെ ഈ ഹോട്ടലിന് നൽകിയില്ല. അത് അന്വേഷണത്തിൽ തടസ്സമാകുന്നുണ്ട്. ഏതായാലും ജോബി ജോർജ് ഒളിവിൽ എന്നുള്ള ഒരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. ഇയാൾ കായംകുളം സ്വദേശിയാണെന്നുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇയാൾക്കായി അന്വേഷണം പോലീസ് വ്യാപിപ്പിച്ചിട്ടുമുണ്ട്. അതേസമയം ഈ ഹോട്ടലിൽ ഇന്നലെ രാത്രി ഇവർ രണ്ടുപേരെയും കാണാൻ മറ്റൊരാൾ എത്തി എന്ന തരത്തിലേക്കുള്ള ഒരു സംശയവും പോലീസിനുണ്ട്. അതിനടക്കമുള്ള വിശദാംശങ്ങൾ പോലീസ് ഇപ്പോഴും പരിശോധിച്ചു വരികയാണ്. ഏതായാലും ജോബി ജോർജിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.